ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ 90 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ 25ാമത്തെ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് കാണാം ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 2 കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഒന്ന് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു കുഞ്ഞു സവാളയും കൂടിയിട്ടാണ് കേട്ടോ ആവശ്യമുള്ളത്. അപ്പം ഈ ഒരു കറിവേപ്പില നിങ്ങൾക്ക് ഫ്രഷായിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിയായിട്ട്, അതായത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കറി ലീവ്സിൻ്റെ പൗഡർ ഉപയോഗിക്കാവുന്നതാണ്. ഫ്രഷായിട്ടുണ്ടെങ്കിൽ ആ ഫ്രഷ് ഇലകൾ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഈ ഒരു എടുത്തുകൊണ്ട് വന്ന കറിവേപ്പിലകളൊക്കെ ഒന്ന് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി അത് നമ്മുടെ ആ ഒരു ഇതിലേക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടാണ് നമ്മളിത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ജാറിലേക്ക് അതിൻ്റെ തണ്ട് കളഞ്ഞിട്ട് ഇലകൾ മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു സവാള ഞാൻ കാണിച്ച അത്രയും എടുത്തിട്ടില്ല കേട്ടോ, അതിൻ്റെ ഒരു പകുതി ഹാഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു സവാള ആണെങ്കിൽ അത് മതിയാകും, ഇനി വലിയൊരു സവാള ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതിയാകും കേട്ടോ. പിന്നെ ഒരുപാട് ഹെയറുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് എടുത്താലാണ് നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി അത്രയും കിട്ടത്തുള്ളൂ. അപ്പം എൻ്റെ അത്രയൊക്കെ മുടിയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു പകുതി എടുത്താൽ മതിയാകും. അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പില അത്യാവശ്യം എടുക്കാം കേട്ടോ. എന്നിട്ട് ഇവ രണ്ടും കൂടി ഒരു സവാള ആണെങ്കിൽ നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞ് കഴുകി എടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ചെറിയ പീസസാക്കി കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. ഇതിലേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കൽ. ഇവ രണ്ടും മാത്രം ഇട്ടിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാൻ അത് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നിങ്ങൾക്കൊരു തുണിയിലോ അല്ലെങ്കിൽ അരിപ്പ വെച്ചിട്ട് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലോ അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ എല്ലാ ഹെയർ പാക്കിലും അലോവേര ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മിക്കവാറും ചെയ്യണ എല്ലാ ഹെയർ പാക്കിലും അലോവേര ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ ഒരു പാക്കിൽ അലോവേര യൂസ് ചെയ്യണില്ല കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം അതിൻ്റെ ആ ഒരു മന്ത് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവസാന ഭാഗത്തിൽ അലോവേര വേണ്ടെന്ന് വിചാരിച്ചു, ഒനിയൻ യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മഴക്കാലമാണ്, അത്യാവശ്യം മഴക്കാലമെന്നല്ല, ഇപ്പം നല്ല മഴയാണ് എല്ലായിടത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പ് ഭയങ്കരമാണ്. അപ്പോൾ ഈ ഒരു അലോവേര ജെല്ലാണെങ്കിലും എല്ലാം നല്ല തണുപ്പാണ് കേട്ടോ. അപ്പം ഇതിനും നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അലോവേര ഈ ഒരു സമയത്ത് ഒന്ന് ഒഴിവാക്കി നിർത്തിയതാണ് കേട്ടോ. പിന്നെ ഈ ഒരു തണുപ്പ് ഈ ഒരു പാക്കിനാണെങ്കിൽ നല്ല തണുപ്പാണ്. അപ്പം നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തണുപ്പിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്ക് ഇതാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരിതാണ്. നമുക്കിത് വേണമെങ്കിൽ അരിക്കാതെ ആ ഒരു പേസ്റ്റ് അതുപോലെ തന്നെ സ്കാൽപ്പിൽ ഇട്ട് കൊടുക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്നത് അപ്ലൈ ചെയ്ത് കൊടുക്കാനും വാഷ് ഔട്ട് ചെയ്ത് കളയാനും എളുപ്പമാവും. പിന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊടികളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ തലയിൽ കാണത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അരിക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം നമുക്കിനി പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ പാക്ക് സ്കാൽപ്പിലേക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു സ്കാൽപ്പിലേക്ക് തലയോട്ടിയിലേക്ക് മാത്രം, നമ്മുടെ മുടിയുടെ ലെങ്തിലേക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കണില്ല. നമുക്കിവിടെ തലയിൽ ആ ഒരു തലയോട്ടിയിലേക്ക് മാത്രം മതിയാകും കേട്ടോ ഈ ഒരു പാക്ക്. പിന്നെ എന്താ പറയാനുള്ളത്, ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു രാവിലെ ടൈമിലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കണത്. തലേ ദിവസമായിരുന്നു എൻ്റെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ദിവസമെന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു ഡേയിൽ നല്ല മഴയും പിന്നെ എന്താ പറയുക, കുഞ്ഞി പെണ്ണിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ഉറക്കമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കാനോ ഒന്നിനും നേരം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് ലേറ്റായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. എനിക്ക് കറക്റ്റ് ഡേയിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ്
എഡിറ്റ് ചെയ്ത് എല്ലാം ചെയ്യാനുള്ള ഒരു ടൈം കിട്ടണില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അപ്പം ഞാനിത് രാവിലെ എനിക്ക് തോന്നി 7 മണി ടൈമിലൊക്കെയാണ് കേട്ടോ. തലേദിവസം നല്ല മഴയായിരുന്നു. അപ്പോൾ ആ മഴയുടെ കാര്യങ്ങളും എല്ലാം കൂടി കൊണ്ടിട്ട് നല്ല തണുപ്പത്താണ് ഇരുന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നല്ല കൊതുകടി ഉറുമ്പ് കടിയുണ്ട്. മൊത്തത്തിലാകെ പ്രശ്നങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, ഇതിന് മുൻപായിട്ട് ഞാൻ മുടിയുടെ ലെങ്ത്തിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, തലേന്ന് നൈറ്റ് ഞാൻ സ്കാൽപ്പിൽ ഓയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് ഓയിലാണ് കേട്ടോ സ്കാൽപ്പിലേക്കാണെങ്കിലും മുടിയുടെ ലെങ്ത്തിലേക്കാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇൻവേർഷൻ മെത്തേഡും കൂടി ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പാക്ക് ഇപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയാകും. ഇനി ഇത്രയും വെക്കാൻ പോലും പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ടൈം വെച്ചേക്കാണോ, ഒരു 5-10 മിനിറ്റ് അത്രയും മതിയാകും കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാം. ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യൽ. നമ്മൾ വെറുതെ വെള്ളത്തിൽ വേണം വാഷ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. പിന്നെ നാളത്തെ ഡേയിൽ ഇന്ന് നൈറ്റ് നിങ്ങൾക്ക് സ്കാൽപ്പിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നാളത്തെ ഡേയിൽ കുളിക്കുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്കും സ്കാൽപ്പിലേക്കും ഓയിൽ, വളരെ കുറച്ച് ഓയിൽ കേട്ടോ, ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുളിക്കുക. ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം വേണം ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെറുതെ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്താൽ മതിയാകും. ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട. പിന്നെ എന്താ പറയുക, ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത 2 ഇൻഗ്രീഡിയൻസ്, അതായത് ഒനിയൻ. എൻ്റെ ആ ഒരു നെറ്റികേറൽ നിങ്ങൾ കണ്ടില്ലേ, അത്രത്തോളം നെറ്റികേറലിൻ്റെ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഉള്ളത്. ആ ഒരു സൈഡിൽ മാത്രമാണ്, മറ്റേ സൈഡിൽ അത്ര വലിയ പ്രശ്നമായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നികത്തി എടുക്കണം. അപ്പം ഞാൻ മറന്നു പോയി കേട്ടോ. അപ്പോൾ ഈ ഒരു ഒനിയനാണെങ്കിലും കറി ലീവ്സ് ആണെങ്കിലും നമ്മുടെ സ്കാൽപ്പിൽ എന്താ പറയുക, നമുക്ക് നന്നായിട്ട് മുടി വളർച്ച ഉണ്ടാക്കാനും നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന 2 കാര്യങ്ങളാണ് കേട്ടോ. കറി ലീവ്സ് നമുക്ക് ഈ ഒരു പാക്ക് മാത്രമല്ലാണ്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. കുറച്ച് കറിവേപ്പില എടുത്തിട്ട് നമുക്കത് വെറുതെ ചവച്ചരച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ മുടിക്കാണെങ്കിലും നമ്മുടെ ആരോഗ്യത്തിനാണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ചെറിയുള്ളി ആണെങ്കിലും സവാളയാണെങ്കിലും നമുക്ക് പുതിയ മുടികൾ വളർന്നു വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടാതെ ഡാൻഡ്രഫിനും നമ്മുടെ സ്കാൽപ്പിലുള്ള വേറെ എന്ത് ഇഷ്യൂസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒന്ന് മാറ്റിയെടുത്തുകൊണ്ട് ഉള്ളിൽ നിന്നും പുതിയ മുടി വളർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഈ ഒരു ഒനിയൻ. നെക്സ്റ്റ് ഡേയിൽ കാണാം കേട്ടോ.